സ്ഥിര നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പറ്റിയിട്ട് റുബിമം ചെയ്യുന്ന വീഡിയോ സീരീസിന്റെ അടുത്ത പാർട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ചില പ്രത്യേക ബാങ്കുകളുടെ ചില പ്രത്യേക ഇൻവെസ്റ്റ്മെന്റുകളിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ഇളവ് കിട്ടും എന്നുള്ളത് എങ്ങനെയാണ്, അത് ഏതൊക്കെ ബാങ്കുകളിലുണ്ട്, എങ്ങനെയൊക്കെ അത് ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളെല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് ടാക്സ് കൊടുക്കാതെ രക്ഷപ്പെടുക എന്നുള്ളത്. അപ്പൊ നമ്മളുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് 1.5 ലക്ഷം രൂപ വരെ കുറവ് കാണിക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 80C. പഴയ ടാക്സ് റെജീമിലുള്ള ആളുകൾക്ക് സെക്ഷൻ 80C പ്രകാരം 1.5 ലക്ഷം രൂപ വരെ കുറവ് കാണിക്കാം. എങ്കിലും അതിലേക്ക് ഇൻഷുറൻസ് പ്രീമിയം, ഹോം ലോണിന്റെ പ്രിൻസിപ്പൽ തിരിച്ചടവ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ചെലവ്, അതുപോലെ ഇക്വിറ്റി ലിങ്ക് സേവിംഗ് സ്കീം എന്ന് പറഞ്ഞുള്ള സ്പെഷ്യൽ മ്യൂച്വൽ ഫണ്ടുകൾ, ഇത് കൂടാതെ പോസ്റ്റ് ഓഫീസിലുള്ള നിക്ഷേപം, ചില പ്രത്യേക നിക്ഷേപങ്ങൾ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, സുകന്യ സമൃദ്ധി യോജന, അതുപോലെ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലെ ചില സ്കീമുകളിൽ നിക്ഷേപിച്ചാൽ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് 80C പ്രകാരം കുറവ് കാണിക്കാൻ സാധിക്കും. അങ്ങനെ ബാങ്കുകളുടെ 5 വർഷത്തെ ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ടാക്സ് സേവിംഗ് FDകളിൽ നിങ്ങൾക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിക്ഷേപിച്ച തുക 1,50,000 വരെ ടാക്സിൽ കുറവ് കാണിക്കാനായിട്ട് സാധിക്കും. പല പബ്ലിക് സെക്ടർ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും 5 വർഷത്തെ കാലാവധിയുള്ള ഈ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 5,000 രൂപ മുതൽ നമ്മൾക്ക് നിക്ഷേപിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഉറപ്പായിട്ടുള്ള ലാഭം തരുന്നതോട് പുറമെ നമ്മൾ നിക്ഷേപിക്കുന്ന വർഷം നമുക്ക് 1.5 ലക്ഷം രൂപ വരെ ടാക്സും സേവ് ചെയ്യാം എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് നഷ്ടസാധ്യതയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയും അതിന്റെ പലിശയും 5 വർഷം കഴിയുമ്പോൾ കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ് എന്നുള്ളതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങാനും ബാങ്ക് പൊളിഞ്ഞാലും ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് 5 ലക്ഷം രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെന്റ് 100% സേഫുമായിരിക്കും. ഈ ഒരു ലോ റിസ്കില് തെറ്റില്ലാത്ത ഒരു റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ് ഈ സ്കീമുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അതുകൂടാതെ നമുക്ക് 80C പ്രകാരം ടാക്സ് സേവ് ചെയ്യാനായിട്ട് പറ്റും. റിട്ടേൺ അഷ്വേർഡ് ആണ് എന്നുള്ളത് ഇതിന്റെ 3 പ്രധാനപ്പെട്ട ഗുണങ്ങളായിട്ട് ഞാൻ കാണുന്നു. ഇതിന്റെ ദോഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ഇത്തരം ടാക്സ് സേവിംഗ് FDകളോ മറ്റുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളോ ആ ബാങ്കുകളിലോ ആ സ്ഥാപനങ്ങളിലോ സേവിങ്സ് ബാങ്കോ മറ്റുള്ള ഡെപ്പോസിറ്റുകളോ ഒന്നും തുടങ്ങാതെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മാത്രം ഇടാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് സ്റ്റേബിൾ മണി. അതിന്റെ ഡെമോ ഒന്ന് കണ്ടുവരാം. നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. പല ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പല ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്ത് അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നടക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് സ്റ്റേബിൾ മണി എന്ന് പറയുന്ന ആപ്പ്. നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് ബാങ്കിലും ഇന്ത്യൻ റിസർവ് ബാങ്ക് തരുന്ന പൂർണ്ണമായ സുരക്ഷിതത്വത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യാനും വളരെ മികച്ച റേറ്റ്, ഏറ്റവും എളുപ്പത്തിൽ കിട്ടാനുള്ള ഓപ്ഷനാണ് സ്റ്റേബിൾ മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. സ്റ്റേബിൾ മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോമാണ്. ഇവർ സാധാരണക്കാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ പല ബാങ്കുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള സർവീസ് തരുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക അതായത് ബാങ്കിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതിനായിട്ട് അതിലെ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിസൺ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫിക്സഡ് ഡെപ്പോസിറ്റ് കണ്ടെത്താനും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് മൊബൈൽ നമ്പർ വേണം, ആധാർ കാർഡ്, പാൻ കാർഡ് വേണം. ഈ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ കാണാനായിട്ട് സാധിക്കും. ഇത് എൻ്റെ ഫാദറിൻ്റെ അക്കൗണ്ടാണ്. അതിന് 25,000 രൂപയുടെ FD ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ 895 രൂപ പലിശയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ കൂടാതെ കമ്പനി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇതെല്ലാം ഇതിലുണ്ട്. ഇതിലിപ്പോൾ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് 9.1% വരെ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഉത്കർഷ് ഫിനാൻസ് ബാങ്കാണ് അത് തരുന്നത്. അതുപോലെ ശ്രീറാം ഫിനാൻസിന്റെ കമ്പനി FDയിൽ 8.87 ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അതുപോലെ ബജാജ് ഫിനാൻസ് 8.6%, ശിവാലിക്ക് 8.3%, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 7.9% ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നുണ്ട്. ഇതെല്ലാം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ കുറഞ്ഞു ഇരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേബിൾ മണി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ 100% സേഫും സെക്യൂറും ആയിട്ടുള്ളൊരു FD എക്സ്പീരിയൻസ് തരിക എന്നുള്ളതാണ്. അതിനായിട്ട് ISO സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ 5 ലക്ഷം രൂപയുടെ ഒരു സെക്യൂരിറ്റി ഈ ഇതിലുള്ള FDകൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ സാധാരണ ബാങ്കിൽ തന്നെയാണ് ഇതിൽ തന്നെ നിക്ഷേപിക്കുന്നത്. അതായത് ഇത് ഒരു
ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. ലോക്കിൻ ഇല്ലാത്ത ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. നിങ്ങൾക്ക് ഇതിൽ 200ഓളം ബാങ്കുകളിലുള്ള പലതരം എഫ്ഡികൾ, സീനിയർ സിറ്റിസൺസിൻ്റെയും അല്ലാതെയുമുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ കമ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മൊത്തത്തിലുള്ള FD ഓഫറിംഗ്സ് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെ കാലത്തേക്ക് ഏതൊക്കെ എഫ്ഡികളാണുള്ളത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പബ്ലിക് ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, കമ്പനി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഒക്കെ നിങ്ങൾക്കിവിടെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കാലത്തേക്കാണ്, ഏത് ബാങ്കാണ്, പല ഡ്യൂറേഷനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒരു എക്സാമ്പിളിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് റെക്കമെൻഡേഷൻ അല്ല. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 750 ദിവസത്തേക്ക് 8.61, സീനിയർ സിറ്റിസന് 9.21. അതുപോലെ പല ഡ്യൂറേഷന് അങ്ങനെയുണ്ട്. അതുപോലെ ടാക്സ് സേവിംഗ് എഫ്ഡികൾ 8.6% ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഫിൻകെയർ ബാങ്കിലാണെന്നെങ്കിൽ 38,259 രൂപ പലിശ കിട്ടും. അതുപോലെ അതേസമയം SBIയിൽ അതിലും താഴ്ന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. കാൽക്കുലേറ്റ് മൈ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. സാധാരണ ബാങ്കിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഇതിലും കാണിക്കാനായിട്ട് സാധിക്കും. ഇൻഷുറൻസ്, പരിരക്ഷ, അതുപോലെ മെച്യൂരിറ്റി ബെനിഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിലേക്ക് വരുന്നത്, അങ്ങനെ എല്ലാം കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഒരു 750 ദിവസത്തെ 8.61% ഇൻട്രസ്റ്റ് റേറ്റുള്ളൊരു ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ 25,000 രൂപ ഇതിലേക്ക് നിക്ഷേപിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. 25,000 രൂപയ്ക്ക് 8.61, സാധാരണ ആളായതുകൊണ്ട് 8.61, സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 9.21 ലഭിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന മെച്യൂരിറ്റി എമൗണ്ട് 29,782 രൂപയാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുമായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൺഫേം ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ നമ്മുടെ മറ്റുള്ള പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അതുപോലെ ചെറിയൊരു ഷോർട്ട് വീഡിയോ വെച്ചുകൊണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതാത് ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് തിരികെ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് അടക്കം നമുക്ക് തിരികെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ശിവാലിക് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ശിവാലിക് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവിടെ ഒരു SB മറ്റുള്ള അക്കൗണ്ടുകളൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട എന്നുള്ള ഗുണമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ 25,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെപ്പോസിറ്റ് റെസിറ്റാണ് കാണുന്നത്. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ് അദ്ദേഹം നിക്ഷേപിച്ചത്. അദ്ദേഹത്തിന് അവിടെ FD മാത്രമേ ഉള്ളൂ, SB അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളത് മറ്റൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ഏത് ബാങ്കിന് വേണമെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഗുണവും കൂടെ ഇതിൽ ഉണ്ട്. നിങ്ങളുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നും ഏറ്റവും മികച്ച റേറ്റുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതും 100% RBIയുടെ സുരക്ഷിതത്വത്തോടു കൂടി കൃത്യമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയോട് കൂടി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. 100% ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നിങ്ങളുടെ മൊബൈൽ വഴി ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന സ്റ്റേബിൾ മണിയുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾക്ക് 5 ഇയർ ഡെപ്പോസിറ്റ് ഇടാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് 3 ദോഷങ്ങളുണ്ട് എന്നുള്ളതാണ്. 5 ഇയർ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ഉള്ള 3 ദോഷങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെയും ഇതിൽ നിന്നും കിട്ടുന്ന പലിശയ്ക്ക് നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് പലിശ 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ 1000 രൂപ നമ്മളുടെ ടാക്സബിൾ ഇൻകത്തോടു കൂടി കൂട്ടുകയും അത് 5%, 10%, 15%, 20%, 30% എന്നുള്ള നിരക്കിൽ നമ്മൾക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഒന്നാമത്തെ ദോഷം. രണ്ടാമത്തെ ദോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5 വർഷവും ഈ ഫണ്ട് ലോക്കായി കിടക്കും എന്നുള്ളതാണ്. അതിനിടയ്ക്ക് വെച്ച് പിൻവലിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ദോഷമാണ്. മൂന്നാമത്തെ ദോഷം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് കുറച്ചായിട്ട് പൈസ പിൻവലിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പാർഷ്യൽ വിഡ്രോവല്, അതുപോലെ പ്രീമച്യൂർ വിഡ്രോവൽ അലോ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ 3 ഗുണങ്ങളും 3 ദോഷങ്ങളും ഉള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ബാങ്കുകളിലുള്ളത്. ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റ് 2 വീഡിയോകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.